സ്വർണം എന്നുള്ളത് മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉപയോഗിക്കുന്നവർ മലയാളികളാണ് അല്ലേ? അപ്പോൾ മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ നിരവധി ജ്വല്ലറിയും അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ പ്രചാരം സിദ്ധിച്ച ഒരു ബ്രാൻഡാണ് അസിയാൻ ഗോൾഡ്. അസിയാൻ ഗോൾഡ് എനിക്ക് തോന്നുന്നത് 9 ബ്രാഞ്ചുകൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. UAE തന്നെ ഇപ്പോൾ 6ാമത്തെ ബ്രാഞ്ചാണ് തുടങ്ങുന്നത്. അതിൻ്റെ സാരഥികളാണ് നാസർക്ക, അതുപോലെ സജ്ജാദ്, പിന്നെ ഫാരിസ്. അപ്പോൾ അവരുടെ പുതിയൊരു ബ്രാഞ്ച് റാസൽ ഖൈമയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ബ്രാൻഡ് ഇത്രയും ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? കുറേ മാർക്കറ്റ് സ്റ്റഡികൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ, അതുപോലെ ഒരുപാട് സ്കീമുകളൊക്കെ. നമ്മളെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരു 90% നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അപ്പം അവർക്ക് ഒതുങ്ങുന്ന രൂപത്തിലുള്ള മേക്കിംഗ് ചാർജ്, അതുപോലെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസൈൻസ് ഒക്കെ കൊണ്ടുവന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് പ്രചാരണം ഉണ്ടാക്കാൻ പറ്റി. ഇപ്പം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഇപ്പോൾ സ്കീം പോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് 100 ദിർഹംസ് അടച്ചിട്ട് നമുക്ക് മന്ത്ലി ഒരു 100 ദിർഹംസ് ഒക്കെ അടച്ചിട്ട് ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 12 മാസം കൂടുമ്പോഴും ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്കീമുകൾ നമ്മളെല്ലാ ഷോറൂമുകളിലും ഉണ്ട്. നമ്മളെ പ്രവാസികളായ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഗോൾഡ് തന്നെയാണ്. ജ്വല്ലറി മേഖലയിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനിൽ ദുബായ് മാർക്കറ്റിലാണ്. പക്ഷെ റാസൽ ഖൈമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓഫറുകൾ ഞങ്ങൾ റാസൽ ഖൈമയിൽ കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും 0% മേക്കിംഗ് ചാർജിൽ നമുക്ക് ബാംഗിൾസ്, ചെയിൻസ് ഇതൊക്കെ എല്ലാം വാങ്ങാനുള്ള ഒരു അവസരം ഞങ്ങൾ റാസൽ ഖൈമയിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 മാസത്തെ കൊടുക്കുന്നു. അത് ആക്ച്വലി പ്രാക്ടിക്കൽ ആണോ അങ്ങനെ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ? അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് റേറ്റ് മാർജിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മൾ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ചെറിയൊരു മാർജിൻ എന്തായാലും ഉണ്ടാവും. നാസർക്ക, ഈ മാർക്കറ്റിൽ ഇത്രയധികം കോമ്പറ്റീഷൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുതിയ ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ ഇതിലേക്ക് വരുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ബിസിനസ്, ഈ മാർക്കറ്റ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. ആർക്കും പഴയകാലം മാതിരിയല്ല. കടമ്പകൾ ഒരുപാടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 27th നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് വരുന്നത്. മുനീർഖാന്റെ എല്ലാ വ്യൂവേഴ്സും തീർച്ചയായിട്ടും ഒരുപാട് സുഹൃത്ത് വലയങ്ങളിലെ ആളാണ് മുനീർക്ക. ഞാനും ഒരു IPA മെമ്പറാണ്. കാണുന്ന എല്ലാവരും ഞങ്ങൾ ഉദ്ഘാടനം ഗംഭീരമാക്കി തരാം, അവിടെ എത്തിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിച്ചു. കേട്ടല്ലോ. അപ്പോൾ അസിയാൻ ഗോൾഡിന്റെ സാരഥികളാണ് ഇവരൊക്കെ. ഏതൊരു ബിസിനസ്സിനും സത്യസന്ധമായിട്ടും അത് സ്വന്തം നമ്മൾ അർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അസിയാൻ ഗോൾഡ്. അതുകൊണ്ട് എല്ലാവരും 27 വരിക. റാസൽ ഖൈമയിൽ ഞാനും ഉണ്ടാവും. സി യു ദർ. മുനീർ അൽ വഫ വിത്ത് ലവ്.